കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ ഇരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അലയോലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ BJP ഒരു സീറ്റ് തുറന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഏറ്റവും അധികം ചർച്ചയാകുന്നത് കോൺഗ്രസിൻ്റെ തോൽവി തന്നെയാണ്, മുരളീധരൻ്റെ പരാജയം തന്നെയാണ്. പരാജയങ്ങൾ ഒരിക്കലും മുരളീധരന് ഒരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുതന്നെയാണ് ഇന്നത്തെ കാര്യം. കേരളത്തിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ്, അത് മുരളീധരനാണ്. ഏറ്റവും അധികം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാലും സമാനമായ ഉത്തരം തന്നെ. 13 തവണയാണ് മുരളീധരൻ ഈ മത്സരരംഗത്തുണ്ടായിരുന്നത്. അതിൽ 7 തവണ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരിക്കൽ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം പരാജയപ്പെടുന്ന ആ സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ആശ്രയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുരളീധരൻ. നേമത്ത് അടിയന്തിരമായിട്ട് അത്തരത്തിലൊരു വലിയ പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ ആദ്യം വന്ന പേര് മുരളീധരൻ്റെ തന്നെയായിരുന്നു. അതിനുശേഷം വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിക്കുന്നു. വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിൽ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് നൽകിയിരുന്ന ഉത്തരവാദിത്വവും തൃശ്ശൂർ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തൃശ്ശൂരിൽ ജയം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിക്കൊണ്ടുള്ള ഒരു ഫലമാണ് ഇത്തവണ ജനങ്ങൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് നൽകിയത്. തൃശ്ശൂർ തനിക്ക് അത്ര രാശിയുള്ള സ്ഥലമല്ല എന്ന് ഈ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മുരളീധരൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ് എന്ന് വയ്ക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മുരളീധരൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഇതുവരെയും പച്ചയടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മുരളീധരൻ അവിടെ പരാജയപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം. DCCയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങൾ, കൂട്ടത്തല്ലുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ള കൂട്ട നടപടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ശക്തമായ രീതിയിലുള്ള എതിർപ്പ്, അതിൻ്റെ അമർഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും മുരളീധരൻ്റെ പരാജയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം അത്തരത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തോൽവികൾ ഈ മുരളീധരന് അത്ര പുതിയ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.